പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ശ്രീനന്ദനിയുടെ സ്നേഹസ്വാഗതം. ഇതുപോലെ നമ്മുടെ ഉത്സവപ്പറമ്പുകളെ സജീവമാക്കുന്ന വേദികളിൽ മിന്നിത്തിളങ്ങണമെന്നും ആസ്വാദകരുടെ അഭിനന്ദനങ്ങൾക്ക് പാത്രമാകണമെന്നും ആഗ്രഹിക്കാൻ ഒരു സർക്കാർ ജീവനക്കാരനോ ജീവനക്കാരിക്കോ അവകാശമുണ്ടോ? വർക്കിംഗ് ക്ലാസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മനുഷ്യജീവിതത്തിൽ വെള്ളവും വായുവും പോലെ, വസ്ത്രവും പാർപ്പിടവും പോലെ ഒഴിച്ചുകൂടാനാകാത്ത ചിലതുണ്ട്. അതിൽപ്പെട്ടതാണ് കലയും സാഹിത്യവും. അറിവായ കാലം മുതൽ ഏതെങ്കിലും സർഗാത്മക പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിന്റെ ഫലമായി ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുത്ത ഒരു PSC പരീക്ഷയിൽ മുന്നിലെത്തുകയും ഒരു ജോലി ലഭിക്കുകയും ചെയ്തു. ജോലിയിൽ പ്രവേശിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം മുതൽ ഈ പ്രതിഭയെല്ലാം ഉപേക്ഷിച്ച് തനിക്ക് ലഭിച്ച ജോലിയിൽ മാത്രം മുഴുകി ജീവിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ പ്രയാസമാണെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. സർക്കാർ ഉദ്യോഗസ്ഥരും പൊതുസമൂഹത്തിന്റെ ഭാഗം തന്നെയാണ്. ഇക്കാര്യം കൂടി കണക്കിലെടുത്താണ് സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടങ്ങൾക്ക് 1960 രൂപം കൊടുത്തത്. അതിലെ ഒരു റൂളാണ് റൂൾ 48. കാലാനുസൃതമായ മാറ്റങ്ങൾ ഈ ചട്ടങ്ങളിൽ വരുത്താറുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില സർക്കാർ ഉത്തരവുകളാണ് വർക്കിംഗ് ക്ലാസ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ലെ കേരള ഗവൺമെന്റ് സർവൻസ് കോണ്ടക്ട് റൂൾസിലെ റൂൾ 48 എന്താണ് പറയുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിൽ പറയുന്നു, ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുമതിയില്ലാതെ ഏതെങ്കിലും ട്രേഡിലോ ബിസിനസ്സിലോ അതുപോലെ തന്നെ ഏതെങ്കിലും ജോലിയോ ഏറ്റെടുക്കാൻ പാടുള്ളതല്ല. എങ്ങനെ? ഗവൺമെൻറ്റിൽ നിന്നുള്ള മുൻകൂർ അനുമതിയില്ലാതെ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കാൻ പാടുള്ളതല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷൻ, പ്രൊവൈഡഡ് ദാറ്റ്, ആ രീതിയിൽ ഒരു മുൻകൂർ അനുമതിയില്ലാതെ ഏറ്റെടുക്കാവുന്ന ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏതെങ്കിലും ജീവകാരുണ്യപരമോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനപരമോ ആയിട്ടുള്ള ഓണററി വർക്കുകൾ ഏറ്റെടുക്കാം. ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു സാഹിത്യ സംബന്ധിയായ അല്ലെങ്കിൽ കലാപരമായ അല്ലെങ്കിൽ ശാസ്ത്ര സ്വഭാവമുള്ള ഒരു വർക്ക് ഏറ്റെടുക്കാം. അതിന് പ്രത്യേകിച്ച് പ്രീവിയസ് സാങ്ഷൻ ആവശ്യമില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കർത്തവ്യ നിർവഹണത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഗവൺമെൻറ് പറയുകയാണ്, ഈ വർക്ക് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം, നിങ്ങളുടെ ജോലിയിലേക്ക് ശ്രദ്ധിക്കുക എന്ന് ഗവൺമെൻറ് പറയുകയാണെങ്കിൽ അത് അയാൾ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. അല്ലാത്ത പക്ഷം അയാൾക്ക് തുടരാം. പക്ഷേ അയാളുടെ ജോലി സഫർ ചെയ്യാൻ പാടില്ല. അടുത്ത അതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് പറയുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളോ ഒരു ഇൻഷുറൻസ് ഏജൻസി അല്ലെങ്കിൽ കമ്മീഷൻ ഏജൻസി തുടങ്ങിയ ഏജൻസികൾ ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ക്യാൻവാസ് ചെയ്യാൻ ഈ ഗവൺമെൻറ് സർവൻറ്റ് ഇറങ്ങാൻ പാടില്ല. അവർക്ക് കസ്റ്റമേഴ്സിനെ പിടിച്ചു കൊടുക്കാൻ, ഇപ്പോൾ ഇൻഷുറൻസ് പോളിസിക്ക് ആളിനെ പിടിച്ചു കൊടുക്കാനായിട്ട് ഈ സർക്കാർ ഉദ്യോഗസ്ഥന് ഇറങ്ങാൻ പാടില്ല. അത് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ 1 ആണ്. എക്സ്പ്ലനേഷൻ 2 പറയുന്നത്, ഏതെങ്കിലും രീതിയിലുള്ള സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ പ്രശംസാപത്രങ്ങൾ ഇഷ്യൂ ചെയ്യാൻ പാടില്ല ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്. എപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാപനം ആരംഭിക്കുന്ന ഒരു പുതിയ സംരംഭത്തിൻ്റെ, അത് എങ്ങനത്തെ ആകാം, കൾച്ചറലാകാം, ആർട്ടിസ്റ്റിക് ആകാം, അല്ലെങ്കിൽ വ്യാവസായിക രീതിയിലുള്ളതാകാം, ഈ രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ്സിൻ്റെ പ്രൊമോഷന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളോ പ്രശംസാപത്രങ്ങളോ ഇഷ്യൂ ചെയ്യാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഇറങ്ങി പുറപ്പെടരുത്. അതും ഈ റൂൾ 48 ബ്രീച്ചാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനമായും ഈ റൂൾ 48 പറയുന്നത്. അതിൻ്റെ കുറച്ച് വിശദീകരണങ്ങൾ താഴേക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ 48 പറയുന്ന പ്രധാനപ്പെട്ട കാര്യം നമുക്ക് മനസ്സിലായല്ലോ. സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ഇല്ലാതെയോ അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന തരത്തിലോ അദ്ദേഹത്തിൻ്റെ ജോലി സഫർ ചെയ്യുന്ന തരത്തിലോ ഉള്ള യാതൊരു വിധമായ പ്രവർത്തനങ്ങളിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഏർപ്പെടാൻ പാടില്ല എന്നാണ് ഈ റൂൾ 48 പറയുന്നത്. ഇതിന് വിരുദ്ധമായി ആര് പ്രവർത്തിച്ചാലും അത് ഈ റൂൾ 48 ലംഘനമായി കണക്കാക്കും. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലും, നമുക്കിവിടെ കുറേ അധികം ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾക്കുള്ള അനുവാദം നൽകുന്നത്, അല്ലെങ്കിൽ അനുവാദത്തിന് വേണ്ടി നമ്മൾ അപേക്ഷിക്കേണ്ടതുണ്ടോ, ആ അനുവാദം ഏത് രീതിയിലാണ് നൽകുന്നത് എന്ന് നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ സഹിതം മനസ്സിലാക്കാം. അതാണ് ഈ വീഡിയോയിൽ തുടർന്ന് പറയാൻ പോകുന്നത്. 1960 ഈ പെരുമാറ്റച്ചട്ടങ്ങൾ പുറത്തിറങ്ങുന്നത്. അതിനുശേഷം കാലാനുസരണമായ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിനനുസരിച്ച് ഈ റൂളിൽ ചില ഭേദഗതികളും വരുത്തിയിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കാണാം. നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത് ചില ഡിപ്പാർട്ട്മെൻറ്റുകളിൽ, പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഇങ്ങനെ അനുവാദം കൊടുത്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സ്വഭാവം അനുസരിച്ച് ഈ വരുന്ന ഉത്തരവുകളിലും ചില വ്യത്യാസങ്ങൾ വരാറുണ്ട്. അത് ഓരോന്നായി നമുക്ക് പരിശോധിക്കാം. ആദ്യം നമുക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കണം.
അദ്ദേഹം വാങ്ങിയ ഒരു ഉത്തരവ് എങ്ങനെയാണെന്ന് നോക്കാം. സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെ ഉത്തരവാണ് ഈ കാണുന്നത്. പരാമർശത്തിലെ സംസ്ഥാന പോലീസ് മേധാവിയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താഴെ പറയുന്ന വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന് അനുമതി നൽകിയിരിക്കുകയാണ്. അത് നമുക്ക് വിശദമായിട്ട് നോക്കാം. അഭിനയത്തിന് പ്രതിഫലം സ്വീകരിക്കരുത്. അഭിനയം ജോലിയെ പ്രതികൂലമായി ബാധിക്കരുത്. അഭിനയത്തിലൂടെ സർക്കാരിനെതിരായതോ സാമൂഹ്യ വ്യവസ്ഥിതിക്ക് കോട്ടം വരുന്നതോ പോലീസ് സേനയുടെ പ്രതിച്ഛായയ്ക്ക് കളങ്കം വരുത്തുന്നതോ ആയ യാതൊന്നും ഉണ്ടാകരുത്. സർക്കാരോ മേലധികാരിയോ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ജോലിക്ക് ഹാജരാകണം. ഈ ആവശ്യത്തിനായി അവധിയെടുക്കുന്നതിന് മുമ്പ് മേലധികാരിക്ക് ലീവ് സമർപ്പിച്ച് അംഗീകാരം നേടിയിരിക്കണം. ഇതിൽ 5ാമത്തെ കണ്ടീഷനായി പറഞ്ഞിരിക്കുന്നത് സർക്കാരിൽ സമർപ്പിച്ച സ്ക്രിപ്റ്റിൽ മാറ്റം വരുത്തരുത്. അപ്പോൾ അഭിനയിക്കുന്നതിന് മുമ്പ് ഈ സ്ക്രിപ്റ്റ് സർക്കാരിൽ സമർപ്പിച്ച് അംഗീകാരം വാങ്ങിയിരിക്കണം. അപ്പോൾ ആ സ്ക്രിപ്റ്റിൽ ഒരു മാറ്റവും വരുത്താൻ പാടില്ല. ഇതാണ് ആ ഉത്തരവ്. ഇതിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. 27/6/23 മുതൽ 30/6/23 വരെയുള്ള തീയതികളിൽ, അതായത് 27, 28, 29, 30 ഈ 4 ദിവസത്തിൽ ഏതെങ്കിലും 2 ദിവസം അഭിനയിക്കുന്നതിനാണ് അനുമതി നൽകിയിരിക്കുന്നത്. അടുത്തത് മറ്റൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ. അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ്. അദ്ദേഹം ജനമൈത്രി ഓർക്കസ്ട്ര ടീമിൽ പ്രവർത്തിച്ചു വരുന്നയാൾ കൂടിയാണ്. അദ്ദേഹത്തിന് ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തു വരുന്ന കോമഡി ഉത്സവം എന്ന പരിപാടിയിൽ പങ്കെടുക്കണം. അതിനുവേണ്ടി അദ്ദേഹം നൽകിയ അപേക്ഷ അംഗീകരിച്ച് ഒരു അനുമതി ഉത്തരവാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിലെന്തൊക്കെ കണ്ടീഷൻസാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് പ്രതിഫലം സ്വീകരിക്കരുത്. പരിപാടിയിൽ പങ്കെടുക്കുന്നത് ജോലിക്ക് പ്രതികൂലമായി ബാധിക്കരുത്. പരിപാടിയിലൂടെ സർക്കാരിനെതിരായതോ സാമൂഹ്യ വ്യവസ്ഥിതിക്ക് കോട്ടം വരുത്തുന്നതോ പോലീസ് സേനയുടെ പ്രതിച്ഛായയ്ക്ക് കളങ്കം വരുത്തുന്നതോ ആയ യാതൊന്നും ഉണ്ടാകരുത്. സർക്കാരോ മേലധികാരിയോ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ജോലിക്ക് ഹാജരാകണം. ഈ ആവശ്യത്തിനായി അവധിയെടുക്കുന്നതിന് മുമ്പ് മേലധികാരിക്ക് ലീവ് സമർപ്പിച്ച് അംഗീകാരം നേടിയിരിക്കണം. ഈ കണ്ടീഷൻസ് എല്ലാം നേരത്തെ നമ്മൾ കണ്ടു തന്നെയാണ്. ഇതിൽ പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത് പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് പ്രതിഫലം സ്വീകരിക്കരുത്. സർക്കാർ ഉദ്യോഗസ്ഥർ ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുമതിയില്ലാതെ യാതൊരു തരത്തിലുള്ള പ്രതിഫലവും സ്വീകരിക്കാൻ പാടില്ല എന്ന് നമ്മുടെ പെരുമാറ്റച്ചട്ടങ്ങളിലെ റൂൾ 6 ആയിട്ട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അത് ഓരോ ഉത്തരവിലും എടുത്തു പറയേണ്ട കാര്യമില്ല. എങ്കിലും ഈ ഉത്തരവിൽ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അടുത്തത് കുറച്ചുകൂടി വിചിത്രമെന്ന് തോന്നാവുന്ന ഒരു ഉത്തരവാണ്. നമ്മളൊരു ഫംഗ്ഷൻ, ഒരു മാരേജ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദർ ഫംഗ്ഷന് പോവുകയാണ്. അവിടെ വെച്ച് നമ്മൾ പാട്ട് പാടുമെന്ന് അറിയാവുന്ന നമ്മുടെ ആരാധകരായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ അറിയാവുന്ന കുറച്ച് സുഹൃത്തുക്കൾ പറയുകയാണ്, സാർ ഒരു പാട്ട് പാടണം എന്ന് പറഞ്ഞാൽ നമുക്കവിടെ സ്വതന്ത്രമായി പാടാൻ കഴിയുമോ? അവിടെയും നമുക്ക് അനുവാദം വേണോ? ഇങ്ങനൊരു സംശയം. ഇതാ ഇവിടെ ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന് ഇതുപോലെ ഒരു പൊതുജന മധ്യത്തിലൊരു പാട്ട് പാടണം എന്നുള്ളതുകൊണ്ട് അദ്ദേഹം മേലധികാരികളിൽ നിന്നും അനുവാദം വാങ്ങിച്ചുകൊണ്ടാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ ആ ഉത്തരവ് നമുക്കൊന്ന് പരിശോധിക്കാം. പൊതുജന മധ്യത്തിൽ ഗാനം ആലപിക്കുന്നതിന് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ പെരുമാറ്റച്ചട്ടങ്ങളിലെ ചട്ടം 48-ന്റെ 1-ാം പ്രൊവിസോ പ്രകാരം പ്രതിഫലമോ സമ്മാനമോ കൈപ്പറ്റാതെയും ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം വരാതെയും പൊതുജന മധ്യത്തിൽ ഗാനം ആലപിക്കുന്നതിന് അനുമതി നൽകി ഉത്തരവാകുന്നു. അതായത് റൂൾ 48-ന്റെ 1-ാം പ്രൊവിസോ പ്രകാരമാണ്. എന്താണ് 1-ാം പ്രൊവിസോയിൽ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ നേരത്തെ കണ്ടതാണ്. അതായത് അതൊരു അൺപെയ്ഡ് അഥവാ ഓണററി വർക്കായിരിക്കണം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം വരാൻ പാടില്ല. പ്രത്യേകിച്ച് അനുമതി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം വരാതെയും പ്രതിഫലം വാങ്ങാതെയും വേണം ഇത്തരം പെർഫോമൻസുകൾ നടത്തേണ്ടത്. ഇതാണ് റൂൾ 48-ന്റെ 1-ാം പ്രൊവിസോയിൽ പറഞ്ഞിരിക്കുന്നത്. നിയമം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത്തരം അനുമതി ആർക്കാണ് യഥാർത്ഥത്തിൽ വേണ്ടത്? സ്ഥിരമായി ഗാനമേളകളോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രോഗ്രാമുകളിലൊക്കെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണ് ഈ രീതിയിലുള്ള അനുവാദം ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ നാടകത്തിൽ അഭിനയിക്കുന്ന ഒരു നടൻ, എത്രയോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്. അവരെല്ലാവരും ചെയ്യുന്നത് ഇത് തന്നെയാണ്. പെർഫോമൻസിന് വേണ്ടിയിട്ട് ഒരു പ്രയർ സാങ്ഷൻ വാങ്ങി കയ്യിൽ വെച്ചിരിക്കും. ഈ സാങ്ഷൻ്റെ അടിസ്ഥാനത്തിലാണ്, പ്രതിഫലം കൂടാതെയാണ് ഞാൻ ഈ നാടകത്തിൽ അഭിനയിക്കുന്നത് അല്ലെങ്കിൽ ഈ ഗാനമേളയിൽ പാടുന്നത് എന്ന് ഡിക്ലെയർ ചെയ്തതിന് ശേഷം ലഭിക്കുന്ന ഒരു അനുമതി പത്രം കയ്യിലുണ്ടായിരിക്കണം. ഇത് വെച്ച് മാത്രമേ നമുക്ക് പബ്ലിക് പെർഫോമൻസസ്, അത് ഗാനമായാലും അഭിനയമായാലും എന്തായാലും നടത്താൻ പാടുള്ളൂ. എഴുത്തുകാരി, വിവർത്തക, കോളമിസ്റ്റ്, ആക്ടിവിസ്റ്റ് എന്നീ നിലകളിലൊക്കെ അറിയപ്പെടുന്ന ശ്രീമതി കബനി സി, അവർ റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയാണ്. ശ്രീമതി കബനി സിക്ക് തൻ്റെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനും കലാസാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നതിനുമായി തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നും നൽകിയ അനുമതി ഉത്തരവാണ് ഈ കാണുന്നത്. ഈ ഉത്തരവിൽ പറയുന്നു, ശ്രീമതി കബനി സിക്ക് കല, സാഹിത്യം, ശാസ്ത്രം എന്നീ സ്വഭാവങ്ങളിലുള്ള പ്രവർത്തനങ്ങളിൽ വല്ലപ്പോഴും ഏർപ്പെടുന്നതിനും ചട്ടം 62, 63 എന്നിവയിൽ നിഷ്കർഷിച്ചിട്ടുള്ള വ്യവസ്ഥകൾക്ക് വിധേയമായി
രചനകൾ പ്രസിദ്ധീകരിക്കുന്നതിനും അനുമതി നൽകി ഉത്തരവാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ ചട്ടം 62-ലും 63-ലും പറഞ്ഞിരിക്കുന്നത്? നമുക്ക് നോക്കാം. റൂൾ 62 പറയുന്നു, സർക്കാർ ജീവനക്കാരുടെ രചനകളോ പ്രഭാഷണങ്ങളോ സംസ്ഥാന സർക്കാരിനും സംസ്ഥാനത്തെ ജനങ്ങൾക്കുമിടയിലോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനുമിടയിലോ സംസ്ഥാന സർക്കാരും അന്യ സംസ്ഥാനങ്ങളോ അല്ലെങ്കിൽ അന്യ രാജ്യങ്ങൾക്കുമിടയിലോ ഉള്ള ബന്ധത്തെ വഷളാക്കുന്ന വിധത്തിലുള്ളതാകാൻ പാടില്ല. ചട്ടം 62-ൽ പ്രസ്താവിക്കുന്നത് പോലുള്ള ഏതെങ്കിലും ഒരു രചനയോ അല്ലെങ്കിൽ പ്രഭാഷണമോ പ്രസിദ്ധീകരിക്കാനോ പ്രഭാഷണം നടത്താനോ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഒരു കരട് സർക്കാരിന് സമർപ്പിക്കുകയും സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വാങ്ങിയതിന് ശേഷം അത് പ്രസിദ്ധീകരിക്കുകയും വേണം എന്നാണ് ചട്ടം 63-ൽ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ അനുമതികൾ ലഭ്യമാക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ചില ഉദാഹരണങ്ങൾ കാണിച്ചു എന്നേ ഉള്ളൂ. ഈ രീതിയിൽ ഒട്ടനവധി ഉദാഹരണങ്ങൾ പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സൈറ്റുകളിൽ നിന്ന് നമുക്ക് ലഭിക്കും. 1960-ൽ രൂപപ്പെടുത്തിയ ഈ ചട്ടങ്ങളിൽ കുറച്ചധികം ഭേദഗതികൾ പിന്നീട് പലപ്പോഴായി വന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് സ്പോർട്സ് കൂടി ഇതിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. നമുക്കറിയാം, കലാരംഗത്തും സാഹിത്യരംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ കായിക മേഖലയിലും പ്രവർത്തിക്കുന്ന സർക്കാർ ജീവനക്കാർ ധാരാളമുണ്ട്. അവരെ കൂടി ഈ ചട്ടങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഒരു പുതുതായി വന്ന ഒരു അമെൻമെൻറ്റ്. 2022 ഓഗസ്റ്റ് 28-നാണ് ആ ഉത്തരവ് വരുന്നത്. റൂൾ 48-ൽ ആഫ്റ്റർ ദ വേർഡ്സ് ആൻഡ് സിമ്പിൾ ഒക്കേഷണൽ വർക്ക് ഓഫ് ലിറ്റററി ദ വേർഡ് ആൻഡ് സിമ്പിൾ സ്പോർട്സ് ഷാൽ ബി ഇൻക്ലൂഡഡ് എന്നാണ് ആ ഉത്തരവിൽ പറയുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളുടെ കടന്നുവരവോടെ ആഡ് ചെയ്യപ്പെട്ട ഒന്നാണ് ഈ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൂടെ സർക്കാർ ഉദ്യോഗസ്ഥർ അഭിപ്രായം പറയുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ്. ഏതെങ്കിലും സംഭാഷണത്തിലൂടെയോ അല്ലെങ്കിൽ എഴുത്തിലൂടെയോ സർക്കാരിൻ്റെ നയങ്ങളെ പൊതുജനമധ്യത്തിൽ വിമർശിക്കാൻ പാടില്ല എന്ന് 1960-ലെ പെരുമാറ്റച്ചട്ടങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. നവമാധ്യമങ്ങളായ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റ, വാട്സപ്പ് ഇതൊക്കെ ഇല്ലാതിരുന്ന ഒരു കാലത്താണ് ആ ചട്ടം രൂപപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ വർത്തമാനകാലത്ത് ഏറെ പോപ്പുലർ ആയിട്ടുള്ള ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും TV-യിലൂടെയുമൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥർ പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ സർക്കാരിൻ്റെ നയങ്ങളെ വിമർശിച്ചുകൊണ്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്താറുണ്ട്. ഇതിന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി കൊണ്ടുവന്നൊരു ഉത്തരവാണ്. ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയത് 2017 ജനുവരിയിലാണ്. ഇങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടെന്ന് അറിയാമായിരുന്നിട്ടും IASR ഉൾപ്പെടെയുള്ള പല സീനിയർ ഉദ്യോഗസ്ഥരും ഈ അടുത്ത കാലത്തും സർക്കാരിൻ്റെ നയങ്ങളെ അല്ലെങ്കിൽ മന്ത്രിമാരെയൊക്കെ വിമർശിച്ച് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള അച്ചടക്ക നടപടികൾ നേരിട്ടുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ എന്തായാലും 1960-ൽ ഉണ്ടാക്കിയ ചട്ടങ്ങളുടെ കൂട്ടത്തിൽ ആഡ് ചെയ്യപ്പെട്ട ഒരു നിയമമാണ് സോഷ്യൽ മീഡിയയിലൂടെ സർക്കാരിൻ്റെ നയങ്ങളെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ സർക്കാർ ഉദ്യോഗസ്ഥർ വിമർശിക്കാൻ പാടില്ല എന്നുള്ള ഉത്തരവ്. ഗവൺമെൻറ് എംപ്ലോയീസിന് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ അനുവാദമുണ്ടോ? സാധാരണഗതിയിൽ ഒരാൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. പോപ്പുലാരിറ്റിക്ക് വേണ്ടി തുടങ്ങുന്നവരുണ്ടാകും, ടൈം പാസിന് വേണ്ടി തുടങ്ങുന്നവരുണ്ടാവും, അതുപോലെ തന്നെ തങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരു ഇൻഫർമേറ്റീവ് പർപ്പസിന് വേണ്ടി തുടങ്ങുന്ന ചാനലുകളുണ്ട്, വർക്കിംഗ് ക്ലാസ്സിനെ പോലെ. ഇങ്ങനെ ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് ഇതിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണത്തിലും വ്യൂസിൻ്റെ എണ്ണത്തിലുമൊക്കെ കുറച്ചധികം പേർ വന്നു തുടങ്ങിയാൽ എങ്കിൽ മാത്രം ഇതിൽ നിന്ന് കുറേശ്ശെ പണം വരാൻ തുടങ്ങും. അപ്പോൾ സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടങ്ങളിൽ പറയുന്ന ഒരു കാര്യം, സർക്കാർ ജീവനക്കാർക്ക് ശമ്പളമല്ലാതെ മറ്റൊരു എക്സ്ട്രാ ഇൻകമും ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അക്കണക്കിന് അവർക്ക് ഒരു പച്ചക്കറി കൃഷി പോലും തുടങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ തെങ്ങും തോപ്പും എസ്റ്റേറ്റും ഒക്കെ ഉള്ളവരുടെ കാര്യം പറയാതിരിക്കുകയാണ് ഭേദം. അവർക്കൊന്നും ഒന്നുകിൽ സർക്കാർ ജോലിയുമായി മുന്നോട്ട് പോവുക അല്ലെങ്കിൽ സർക്കാർ ജോലി രാജിവെച്ച് ഈ പച്ചക്കറി കൃഷി തുടങ്ങുക. ഇത് മാത്രമാണ് ആശ്രയം. എന്നാൽ അങ്ങനെയാണോ ഇപ്പോൾ നടക്കുന്നത്? അങ്ങനെയൊന്നുമല്ല. ഇതെല്ലാം കൂടി കൊണ്ടുപോകുന്നവരാണ് സർക്കാർ ജീവനക്കാർ. എങ്കിലേ ഇന്നത്തെ കാലത്ത് ജീവിച്ചു പോകാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ സമയത്താണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്ക് എന്തൊക്കെയോ അമിതമായ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നു എന്ന് ഇതിനെപ്പറ്റി വലിയ ബോധ്യമില്ലാത്ത ആരോ ചിലർ ഉത്തരവാദിത്തപ്പെട്ടവരെ തെറ്റിദ്ധരിപ്പിച്ചത്. അവരുടെ ചില ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ രീതിയിൽ സർക്കാർ ഒരു നിർദ്ദേശം വയ്ക്കുന്നത്. ഒരു ഉത്തരവായിട്ട് വന്നിട്ടില്ല, ഒരു അപേക്ഷയ്ക്കുള്ള മറുപടിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ യൂട്യൂബ് ചാനൽ വഴി കലാപ്രവർത്തനം നടത്തുന്നതിനായി അനുവാദം ചോദിച്ചുകൊണ്ട് നൽകിയ അപേക്ഷയ്ക്ക് ആഭ്യന്തര വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി നൽകിയ ഒരു മറുപടിയിലാണ് ഇക്കാര്യം പറയുന്നത്. അതിൽ പറയുന്നത്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഒരു നിശ്ചിത എണ്ണത്തിൽ കൂടുതൽ വ്യക്തികൾ സബ്സ്ക്രൈബ് ചെയ്തു തുടങ്ങിയാൽ വീഡിയോ അപ്ലോഡ് ചെയ്ത ജീവനക്കാർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നുണ്ട്. അതാണ് പ്രശ്നം, സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നുണ്ട്. ഇത് 1960-ലെ കോണ്ടാക്ട് റൂൾസിൻ്റെ ലംഘനമായി കണക്കാക്കാം. അതുകൊണ്ട് ചാനൽ തുടങ്ങാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രശ്നം. സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നു. ലീവ് എടുത്ത് സിനിമയിൽ അഭിനയിക്കാം. വേണ്ടില്ല, ഈ ഒരു ഉത്തരവ് ലീവ് എടുത്ത് സിനിമയിൽ അഭിനയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവാണ്. വാർത്താ അവതാരകരായിട്ട് പ്രവർത്തിക്കാം.
ഇങ്ങനെയൊക്കെയുള്ള നിയമം നിലനിൽക്കുമ്പോഴാണ് ഒരു സർക്കാർ ജീവനക്കാരന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള അനുവാദമില്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നത്. എന്നെങ്കിലും ഈ നിയമമൊക്കെ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബിനാമിയുടെ പേരിൽ പല ബിസിനസ്സുകളും നടത്തി കോടികൾ സമ്പാദിക്കുന്ന പല സർക്കാർ ജീവനക്കാരും ഉള്ളിടത്താണ് ആരെയും ദ്രോഹിക്കാതെ അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്തുകൊണ്ട് ചാനൽ നടത്തുന്ന സർക്കാർ ജീവനക്കാർക്ക് അതിനുള്ള അനുവാദം നിഷേധിക്കുന്നത്. ഈ രീതിയിൽ യൂട്യൂബ് ചാനലൊന്നും തുടങ്ങാൻ കഴിയില്ലെങ്കിലും നിങ്ങൾക്ക് ദൂരദർശനിലും ഓൾ ഇന്ത്യ റേഡിയോയിലും അനൗൺസർമാരായിട്ടും അതുപോലെ തന്നെ ന്യൂസ് റീഡർമാരായിട്ടും വർക്ക് ചെയ്യാൻ കേട്ടോ. അതിന് പ്രതിഫലം വാങ്ങുന്നതിനും യാതൊരു തടസ്സവുമില്ല. ആ രീതിയിലുള്ള ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. ഇതാണ് ആ ഉത്തരവ്. ഈ ഉത്തരവിൽ പറയുന്നു, GOP നമ്പർ 17/91 പ്രകാരം ദൂരദർശനിൽ വാർത്ത വായിക്കുന്നതിനും അതുപോലെ തന്നെ ദൂരദർശനിൽ അനൗൺസറായി ജോലി ചെയ്യുന്നതിനും നിങ്ങൾക്ക് റെമ്യൂണറേഷൻ കൈപ്പറ്റിക്കൊണ്ട് തന്നെ ജോലി ചെയ്യുന്നതിനുള്ള അനുമതി തന്നിരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ റേഡിയോയിലും ഇതുപോലെ റെമ്യൂണറേഷൻ കൈപ്പറ്റിക്കൊണ്ട് ന്യൂസ് റീഡറായിട്ടും അതുപോലെ തന്നെ അനൗൺസറായും വർക്ക് ചെയ്യുന്നതിന് അനുവാദം തരുന്നു. ഇതാണ് ഈ ഉത്തരവ്. 96 സബ് റൂൾസ് ഉള്ള സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടങ്ങളിലെ ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരേ ഒരു സബ് റൂൾ, അതായത് റൂൾ 48 മാത്രമാണ് നമ്മളിവിടെ ഇത്രയും സമയമെടുത്ത് ചർച്ച ചെയ്തത്. എല്ലാവർക്കും താല്പര്യമുള്ളൊരു വീഡിയോ ആയിരിക്കും ഇതെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ആ പ്രതീക്ഷയിലേ അല്ല ഈ വീഡിയോ ചെയ്തത്. ആരെങ്കിലുമൊക്കെ സമയം കണ്ടെത്തി ഈ വീഡിയോ കാണുമെന്ന് മാത്രമേ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. അങ്ങനെ കാണുന്നവരെങ്കിലും ഈ വീഡിയോയ്ക്ക് പിന്നിലുള്ള ആ കഠിനാധ്വാനം മനസ്സിലാക്കി ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഷെയർ ചെയ്തും വർക്കിംഗ് ക്ലാസ്സിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.